friends, welcome back to my channel. ഇന്ന് ഞാൻ ഒരു മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യുന്നത്. മേക്കപ്പ് പ്ലസ് ഔട്ട്ഫിറ്റ് ലുക്ക് ആണ്. ഇതൊരു ഇൻഡോ വെസ്റ്റേൺ ക്ലാസിക് മേക്കപ്പ് ലുക്ക് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാം. എനിക്ക് ഇൻഡോ വെസ്റ്റേൺ ലുക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇന്ത്യൻ ടച്ച് ഉള്ള വെസ്റ്റേൺ ലുക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ഡ്രസ്സിംഗ് ആണ് ഞാൻ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങളെ ഞാൻ എൻ്റെ ഒരു ക്ലാസിക് ഇൻഡോ വെസ്റ്റേൺ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം. സോ ലെറ്റ്സ് മൂവ് ഇൻടു ദ വീഡിയോ. ആദ്യമായിട്ട് ഞാനൊരു പ്രൈമർ ആണ് അപ്ലൈ ചെയ്യുന്നത്. എൽഫ് കോസ്മെറ്റിക്സിന്റെ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ ആണിത്. ഇത് നമ്മുടെ പോർസിനെയൊക്കെ മിനിമൈസ് ചെയ്തിട്ട് നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഫൗണ്ടേഷൻ കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയും ഇത് ഹെൽപ്പ് ചെയ്യും. മേബിലിൻ്റെ ഫിറ്റ് മീ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കൺസീലറാണ്. മാത്രമല്ല എനിക്കിത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റർ പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യാതെ തന്നെ ഇത് ഡാർക്ക് സർക്കിൾസ് എല്ലാം നന്നായിട്ട് ഹൈഡ് ചെയ്യും. ഡാർക്ക് സർക്കിൾസ് മാത്രമല്ല, മുഖത്ത് എവിടെയെങ്കിലും പാടുകളോ അല്ലെങ്കിൽ പിമ്പിൾസിൻ്റെ മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെയും ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സെഫോറയുടെ ഒരു ഫൗണ്ടേഷനും റിമലിൻ്റെ ഒരു ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സെഫോറ ഫൗണ്ടേഷൻ വളരെ ലൈറ്റ് ഷെയ്ഡാണ് എൻ്റെ സ്കിൻ ടോണിന്. അത് കാരണമാണ് ഞാൻ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള റിമലിൻ്റെ ഫൗണ്ടേഷൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. ഇത് രണ്ടും അത്യാവശ്യം മീഡിയം ടു ഹൈ കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ നല്ലൊരു സീംലെസ് ആയിട്ടും ഫ്ലോലെസ് ആയിട്ടും ഉള്ളൊരു ഫിനിഷ് കൊടുക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് രണ്ടും എന്നിട്ട് നന്നായിട്ടൊരു ബ്രഷ് വെച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കഴുത്തിലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കഴുത്ത് വേറെ നിറത്തിലും മുഖം വേറെ നിറത്തിലും തോന്നും. അപ്പോൾ അത് എല്ലാം കണക്കിലെടുത്ത് വേണം നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ. കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ളൊരു കോമ്പാക്റ്റാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. തല തിരിച്ചാണ് ഞാൻ പിടിച്ചതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഫൗണ്ടേഷൻ വളരെ ലൈറ്റായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഡാർക്കർ ഷെയ്ഡിലുള്ള കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ എൻ്റെ ബ്രൗസ് ആണ് ഫില്ല് ചെയ്യുന്നത്. ബ്രൗസ് നന്നായിട്ട് ഫില്ല് ചെയ്യുമ്പോഴാണ് മുഖത്തിന് നല്ലൊരു ഷേപ്പ് വരുന്നത്. നല്ല പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടാനും ബ്രൗസ് ഷേപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ളൊരു ബ്രോ പൗഡർ വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ബ്ലാക്ക് യൂസ് ചെയ്താൽ ഒരുപാട് ഫേക്ക് ആയിട്ട് തോന്നും. അതുകൊണ്ട് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡ്സ് ആണ് എപ്പോഴും നല്ലത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐഷാഡോ ആണ് സാറ്റിൻ ടോപ്പ്. ഇതൊരു സിൽവറി ടെക്സ്ചറുള്ള ഒരു ഐഷാഡോ ആണ്. അപ്പോൾ ഇത് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതിനൊരു ടോപ്പ് ആൻഡ് സിൽവർ ഒരു ഡ്യുവൽ ടോൺ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി വെയറിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐഷാഡോ ആണിത്. ക്രീസിൽ അപ്ലൈ ചെയ്യാൻ ഞാനൊരു ന്യൂട്രൽ ബ്രൗൺ ഐഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള ഷെയ്ഡ് വന്നിട്ടൊരു നാച്ചുറൽ ബ്രൗൺ ആണ്. എൻ്റെ സ്കിൻ ടോണിന് ചേർന്നൊരു ഷെയ്ഡാണ്. പക്ഷേ ഞാനിത് കാണിച്ചപ്പം ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണം ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നി. പക്ഷേ ഇത് നല്ലൊരു ബ്രൗൺ ന്യൂട്രൽ ബ്രൗൺ ഷെയ്ഡാണ്. ക്രീസിൽ ഞാൻ ഇത് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇനി ഒരു ഹൈലൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഇന്നർ കോർണറും പിന്നെ ബ്രോ ബോണും ഹൈലൈറ്റ് ചെയ്യാണ്. അടുത്തതായിട്ട് ഐലൈനറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ബോഡി ഷോപ്പിൻ്റെ ഈ ലിക്വിഡ് ഐലൈനറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഫെൽ ടിപ്പ് വളരെ സ്റ്റിഫാണ്. എനിക്ക് ഇങ്ങനത്തെ ലൈനേഴ്സാണ് കൂടുതൽ ഇഷ്ടം. ഇത് വെച്ചിട്ട് നമുക്ക് വളരെ തിന്നായിട്ടുള്ള ലൈൻ വരയ്ക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പം ഞാൻ അറ്റത്ത് ചെറിയൊരു ഫ്ലിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ വിങ്ഡ് ലൈനറായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ലൈനർ ലുക്കാണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്നത്.
വാട്ടർ ലൈനിൽ ഞാനൊരു ന്യൂഡ് കളർ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളർ കോൾ പെൻസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഐസ് നല്ല ഓപ്പൺ ആയിട്ടും നല്ല ലൈവ്ലി ആയിട്ടും തോന്നാൻ ഇത് ഹെൽപ്പ് ചെയ്യും. മസ്കാര ഇല്ലാതെ ഒരു ഐ മേക്കപ്പും ഫിനിഷിംഗ് ലുക്ക് കിട്ടത്തില്ല. അപ്പോൾ മസ്കാരയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലാഷസിന് നല്ല തിക്നെസ്സും വോളിയവും തോന്നാൻ വേണ്ടിയാണ് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുന്നത്. കൂടാതെ കുറച്ച് കൂടുതൽ ലെങ്ത്തും ലാഷസിന് തോന്നാൻ മസ്കാര ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഷുഗറിൻ്റെ ഈ പാലറ്റ് യൂസ് ചെയ്ത് ഞാൻ കോൺടൂർ അപ്ലൈ ചെയ്യാണ്. കോൺടൂർ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കവിളെല്ലിന് തൊട്ട് താഴെയായിട്ടാണ്. അവിടെ ഒരു ഷാഡോ ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് കോൺടൂർ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ ഞാൻ മൂക്കിൻ്റെ സൈഡ്സിലും അപ്ലൈ ചെയ്യാറുണ്ട്, കാരണം എൻ്റെ മൂക്ക് കുറച്ച് ടിൽറ്റഡ് ആയിട്ടുള്ള ഷേപ്പാണ്. അടുത്തതായിട്ട് ബ്ലഷ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സെയിം പാലറ്റിൽ നിന്നുള്ള ബ്ലഷ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ പാലറ്റിലെ കോൺടൂർ ആൻഡ് ഹൈലൈറ്റ് നല്ല രസമാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. പക്ഷെ ബ്ലഷിന് ഒട്ടും പിഗ്മെൻറ്റേഷൻ ഇല്ല. അപ്പോൾ എനിക്ക് കുറേ പ്രാവശ്യം ലെയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കളർ വരുന്നത്. അതേപോലെ ഞാൻ ഈ സെയിം പാലറ്റിലെ ഹൈലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ചീക്ക് ബോൺസും നോസിൻ്റെ ബ്രിഡ്ജും പിന്നെ ചിന്നെല്ലാം ഹൈലൈറ്റ് ചെയ്യാണ്. മാക് ലിപ്സ്റ്റിക് റൂബി വൂ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ക്ലാസിക് റെഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ അറിയാം ഞാൻ ഒരുപാട് യൂസ് ചെയ്ത ലിപ്സ്റ്റിക് ആണ്, ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല റെഡ് ഷെയ്ഡാണ്. ഏത് സ്കിൻ ടോണിനും ചേരുന്ന ഒരു യൂണിവേഴ്സൽ റെഡ് ആണിത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. കുറച്ച് ഡ്രൈ ടെക്സ്ചർ ആണ്, അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതേപോലെ നല്ല ക്ലാസി ആയിട്ടുള്ളൊരു കളറാണിത്. മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. റെഡ് ലിപ്സ്റ്റിക് ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലാസി ലുക്കാണ്. അതേപോലെ വൈറ്റിൻ്റെ കൂടെ റെഡ് എന്ന് പറയുന്നത് ഒരു നല്ല കോമ്പിനേഷനാണ്. എനിക്ക് എപ്പോഴും ഇടാൻ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് വൈറ്റ് ആൻഡ് റെഡ്. ഇനി ഫുൾ ഔട്ട്ഫിറ്റ് കാണാം. ഞാനൊരു ലഹരിയ പ്രിന്റ് ഉള്ള പലാസോ ആണ് ഇട്ടിരിക്കുന്നത്. ഈ പലാസോ നല്ല വൈഡ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു സ്കേർട്ട് ലുക്കാണ് ഇത് കൊടുക്കുന്നത്. സ്കേർട്ട് ആണെങ്കിലും ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊരു ഇന്ത്യൻ ടച്ച് ഉള്ള പ്രിന്റ് ആണ് ഇതിൻ്റെത്. അതിൻ്റെ കൂടെ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് വന്നിട്ട് പക്ക വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഷർട്ടാണ്. ഇത് ഞാൻ ബോസിനി എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ് വാങ്ങിച്ചത്. അതേപോലെ ഈ പലാസോ ഞാൻ വാങ്ങിച്ചത് മാക്സിൽ നിന്നാണ്. കോട്ടൺ മെറ്റീരിയൽ ആണ്. ഷർട്ടിന്റെ മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ ലിനൻ ആണ്. ഈ ഔട്ട്ഫിറ്റിന്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റൈൽ ജ്വല്ലറി ആണ്. ഒരു സിമ്പിൾ സ്റ്റഡ് ഇട്ടിട്ട് കഴുത്തിൽ ഞാനൊരു കുന്തൻ സ്റ്റൈൽ ചോക്കർ നെക്ക് പീസ് ആണ് ഇട്ടിരിക്കുന്നത്. കയ്യിൽ ഞാൻ സ്ഥിരമായിട്ടിടുന്ന എൻ്റെ കാഷ്യോ വാച്ച് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് ഗോൾഡൻ കളറിലുള്ള സ്ട്രാപ്പുള്ള വാച്ചാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻഡോ വെസ്റ്റേൺ മേക്കപ്പ് പ്ലസ് ഔട്ട്ഫിറ്റ് ലുക്ക്. പാൻസ് വന്നിട്ട് ഒരു പ്യുവർ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ലഹരിയ പ്രിന്റ് ഉള്ള ഒരു വൈഡ് ലെഗ്ഡ് പലാസോ പാൻ്റ് ആയിരുന്നു. അതേപോലെ എൻ്റെ ഷർട്ട് വന്നിട്ട് ഇത് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ബോസിനി ബ്രാൻഡിൻ്റെ ഒരു ഷർട്ടാണിത്. ഇതൊരു ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഹോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇതൊരു ലിനൻ ഷർട്ട് ആയതുകൊണ്ട് തന്നെ പ്യുവർ വെസ്റ്റേൺ സ്റ്റൈലാണ്. അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ജ്വല്ലറി വന്നിട്ട് ഒരു കുന്തൻ നെക്ലസ് ആണ്. ഇതൊരു ചോക്കർ സ്റ്റൈലിലുള്ള നെക്ലസ് ആണ്. കൂടെ ഞാനൊരു സ്റ്റഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്കുള്ള സജഷൻസ് കമന്റ് സെക്ഷനിൽ പറയണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.